ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അതായത് ബീഫ് സ്റ്റീക്ക് ഇന്ത്യൻ മസാലയാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി സ്റ്റീക്ക് കഴിക്കാറുണ്ട്, പക്ഷേ ഇന്ത്യൻ ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റീക്ക് നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 300 ഗ്രാം വരുന്ന 2 കഷ്ണം ബീഫിൻ്റെ നല്ല മീറ്റ് മാത്രമുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഹാമർ ചെയ്തിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് ഫ്ലാറ്റൻ ചെയ്യണം. അതായത് സ്റ്റീക്ക് പീസ് പോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിനെ എന്താ പറയുക, തിന്നാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോട്ടിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ഇത് നമ്മുടെ കുരുമുളക് ചതച്ചതാണ്. അപ്പോൾ അതും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മസ്റ്റർഡ് സോസും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ഉപ്പ് മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റീക്കിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മസാല. ഇതൊരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്യൂഷൻ റെസിപ്പിയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താ പറയുക, ഇറ്റാലിയൻ ആ ഒരു മിക്സ് പോലെയുള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. മസാല നല്ല പ്യോർലി ഇന്ത്യൻ മസാലയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റീക്കിൻ്റെ പീസസിലേക്ക് നമുക്ക് ഒന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കണം കേട്ടോ. 2 സൈഡ് വരുന്നത് പോലെയും നന്നായിട്ട് പരട്ടി കൊടുക്കണം. ഇങ്ങനെ അതിനെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റീക്കിൻ്റെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ്സ് വരെ നമുക്ക് ഇത് അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒരു പാത്രത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ 2 ഉള്ളി, അതായത് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടിയിട്ടെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ചുവ മാറുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം കണ്ടില്ലേ, നന്നായി ഒരു ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ പാന് വെക്കാം കേട്ടോ, ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. പാന് ചൂടാകുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ സ്റ്റീക്കിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള മസാലയിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണ് കുരുമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ബേ ലീഫ്, പിന്നെ നമ്മൾ 2 കാടമം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ജീര, അതായത് ക്യുമിൻ സീഡ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 ഗ്രാമ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂണ് മല്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ മസാലനെ ഒന്ന് നന്നായിട്ട് പതിപ്പിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് മസാല വരണ്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റീക്കിൻ്റെ പാകം എന്തായി നോക്കാം. സ്റ്റീക്ക് ഒന്ന് മറിച്ചിട്ടിടണം. നിങ്ങൾ നന്നായിട്ട് തിന്നാക്കിയത് കൊണ്ട് നല്ലോണം കുക്ക് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ അത് സോഫ്റ്റ് പോയിട്ട് കുറച്ച് ഹാർഡാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി മുറിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 1 പച്ചമുളകും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇത് മസാല ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീക്ക് നന്നായിട്ട് നല്ലോണം നമ്മൾ ചെയ്തെങ്കിൽ ആ ഒരു എന്താ പറയുക, സോഫ്റ്റ് പോവും, ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നല്ലോണം നമ്മൾ ചതച്ചതാണല്ലോ, അപ്പോൾ അത് വേഗം കുക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ സമയമൊന്നും വെക്കണ്ടില്ല, വേഗം വെന്ത് കിട്ടും. നമ്മുടെ ഈ മസാല ആകുന്ന സമയത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ബീഫും കൂടി റെഡിയായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് ഇത് മസാലയിലേക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റീക്ക് ഇന്ത്യൻ മസാല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവട്ടെ, നല്ല ഫ്ലേവറുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഫൈനലി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഇഞ്ചി ജ്വലിയം കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയൊക്കെ നന്നായിട്ടൊരു കോംബോ ആയി പോകുന്ന ഒരു സംഭവമാണ്.
ഒരു ഫ്യൂഷനായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ.